അടിപൊളി അടിപൊളി സൗഹൃദ. എത്ര പൈസ? 20. ഞാനേ പിന്നെ തരാം. അതേശാലേ അതെന്താ പിന്നെ ആവശ്യം അറിയാലോ. KSRTC പണിയെടുക്കുന്നത് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നേ ഇല്ല. ഒരു ഉറുപ്പ്യ കൈമയില്ല. താഴ്ചിട്ട് തൊണ്ട വരുന്നതുകൊണ്ട് മാത്രം അത് വന്ന് കുടിച്ചു. ഞാൻ തരും. നിങ്ങളെ ഇതിനു മുമ്പ് നിങ്ങൾ വന്ന് ഇവിടുന്ന് കുടിച്ചായിരുന്നു. അതെ. അപ്പൊ നിങ്ങൾ തന്നിട്ടില്ല കാശ്? തന്നിനി? ഇല്ല, തന്നിട്ടില്ല. ആര് പറഞ്ഞേ? ഇല്ല, ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം നിങ്ങൾ മേടിച്ചു കുടിക്കണം. അങ്ങനെ പറയല്ല. ഞാൻ എവിടെ നേരത്തെ വരുന്നു ഏട്ടാ, ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നേ ഇല്ല. വേറെ പണിയില്ല. അറിയേണ്ട ആവശ്യമില്ല ഏട്ടാ. നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതും കിട്ടാണ്ടിരിക്കും നമുക്ക് ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെ മോനെ പോലെ എന്നെ കണ്ടാ മതി. എനിക്ക് മക്കൾ വേറെ ഉണ്ടല്ലോ. വേറെ ഉണ്ടാ? വേറെ ഉണ്ട്. ഓ, അതെ. ഏതായാലും 20 രൂപ കടായില്ലേ, ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റിനും കൂടെ. ഒന്ന് പോയേട്ടാ. ചേട്ടൻ നേരത്തെ ആളെ ബുദ്ധിമുട്ടി കളിപ്പിക്കാൻ ഒന്ന് പോയാ പിടിച്ചെടുക്കണമെന്ന്. എങ്ങനെ കണ്ട നല്ലൊരു മാന്യൻ. എത്ര പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? KSRTC ജീവനക്കാരാണോ? KSRTC ജീവനക്കാരനാണെന്ന്. KSRTC ജീവനക്കാരാണ് പൈസ ശമ്പളം കിട്ടുമല്ലോ. രണ്ടാമത്തെ മൂന്നാമത്തെയും കിട്ടില്ലെന്ന്. മൂന്നാമത്തെ നമുക്ക് തിരക്കേണ്ട വേദിയല്ലോ. ചേട്ടന് ചെറിയ കടയും വെച്ചോണ്ടിരുന്നിട്ട് മാസത്തിൽ 4 പ്രാവശ്യം ശമ്പളം. ചേട്ടോയ്, മുഖം നോക്കി ലക്ഷണം പറ ചേട്ടാ. വാ, അന്ന് നോക്കിച്ചു പോണ് ചേട്ടോയ്. ഹലോ. ചേട്ടായി ഭൂതം ഭാവി വർത്തമാനം പറയാം ചേട്ടാ. വാ. ഭൂതം ഭാവി വർത്തമാനം പറയാം, മുഖം നോക്കി ലക്ഷണം പറയാം, ഉള്ളത് പറയും. അതാണ് ശീലം. എടാ, ശമ്പളം കിട്ടാത്ത മാസങ്ങളായി. 10 പൈസ കൈമില്ല. താങ്കളൊരു KSRTC ജീവനക്കാരനല്ലേ? ഉള്ളത് പറയാ. വാ, ഇരിക്കി. ഐശ്വര്യമായിട്ട് ആ കയ്യും കൊണ്ട് നീട്ട്. എനിക്കെങ്ങനെ മനസ്സിലായത്? മുഖത്തുണ്ടല്ലോ, മുഖം നോക്കി ലക്ഷണം പറയും, രേഖ നോക്കി ലക്ഷണം പറയും. ഐശ്വര്യമായിട്ട് ആ കയ്യും കൊണ്ട് നീട്ടിയേ. അതെ, ശമ്പളം കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് കൊറേയായി കിട്ടാത്ത. കാക്കാശിന് ഗതിയില്ലെങ്കിലും കേമത്തരത്തിന്റെ ഒരു പഞ്ഞു ഊണില്ല. അതല്ല അടതുക്കട്ട്. ശമ്പളം പെട്ടെന്ന് കിട്ടുമോന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്. എടോ, എനിക്ക് ശമ്പളം കിട്ടാത്തോണ്ട് ഭാര്യക്ക് ചേല കൊടുക്കാൻ പറ്റുന്നില്ല. ഓൾ ഡൈവേഴ്സാണ്. അത് കൃത്യമായിട്ട് മാസത്തിൽ കൊടുക്കണ്ടേ? ഇപ്പൊ ഞാൻ എടുത്തെടുത്ത് കൊടുക്കും. നോക്ക്, ശമ്പളം കിട്ടും. ആയുർരേഖ, മംഗല്യരേഖ, ഭാഗ്യരേഖ. എടോ, എനക്ക് ആയുസ് എത്രയില്ലെന്നും നീ നോക്കണ്ട. ഇത് ശമ്പളം കിട്ടുമെന്ന് നോക്കിട്ട് പറവനെ. ശമ്പളം നോക്കുവനെ, അതറിയണം. കുറേ കൊടുക്കാനുണ്ട്. ഇവർക്ക് പിടിക്കും. അതിപ്പോ ഈ KSRTCയുടെ കാര്യമായതുകൊണ്ട് ഒരു ഉറപ്പുമില്ല. എന്തേ? അങ്ങോട്ടും പോകട്ടെ, ഇങ്ങോട്ടും കൊടുക്കാൻ. ദക്ഷിണ തന്നാ പോവാ. പാവം ചേട്ടോയ്. മോളെ, നീ ഞാനെല്ലാം തുല്യ ദുഃഖിതരണ. എനിക്ക് സമാനം. ഇപ്പൊ ഞാൻ ഓള് ഡൈവേഴ്സായി പോയത് വെറുതെ. ഓ കൃത്യമായിട്ട് കൊടുക്കണം. വീട്ടിലുണ്ടെങ്കിൽ 1 ഉറുപ്പിക കൊടുക്കണ്ട. ഓള് ഇല്ലേ കഴിച്ചോളും. പാവം, വെറുതെ വാശി ഡൈവേഴ്സ് ആക്കി. ശമ്പളം എപ്പം കിട്ടല്? കൊടു, കൈ കൊടു. ഇതാണ് നല്ലത്. അവനൊരു സ്നേഹമുണ്ട്. മോളെ, ഉണ്ണിയത്തെ പാവാടാ. ഈ സ്നേഹം എന്റെ ഓള് കാണിച്ചിട്ടുണ്ട്. ദക്ഷിണ വെച്ചാൽ എന്നെ ഞാൻ ഈനെക്കൊണ്ട് കടിപ്പിക്കും. ശാലിനി, പോ. ഓന്റെ ലക്ഷണം. നിന്റെ തത്ത എടുത്തു. തത്തയില്ല. നന്നായി. തത്തേനെ നിന്നെ ഞാൻ കൊല്ലി. പോണാ.
ആ അത് നന്നായി, ഭയങ്കര കൊതുക അവിടെ. ആ മെസ്സേജ് വന്നോ? അത് വേറെ മെസ്സേജാ. അതെ, നീ ആ കാർഡൊന്ന് കൊണ്ട കുത്തിയൊക്കെ കാശ് വന്നിട്ട് കിട്ടില്ലേ? അച്ഛൻ മെസ്സേജ് വരും, അപ്പൊ പോയാതി. എന്റെ കുട്ടിയെ എല്ലാ കാര്യത്തിനും കറക്റ്റ് ആയിട്ട് മെസ്സേജ് ഒന്നും വരില്ല. മെസ്സേജ് വരാൻ വൈകിയാലോ നമ്മളെന്തിനാ ഒന്ന് വെയിറ്റ് ചെയ്യണ്? നീ പോയി എടുക്ക്. ഇപ്പൊ സമയം എത്രയായി? അമ്മ ആ എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. അവനെ കാശ് കിട്ടിയിരുന്നു. ആ അച്ഛാ ഈ ബാഗ് ഒന്ന് നോക്കിക്കോട്ടെ. അതെ, ബ്രഹ്മേട്ടൻ പറഞ്ഞത് ഉറപ്പായിട്ടും ഇന്ന് രാത്രി പൈസ കയറുമെന്നാണ്. കേറിയാ മതി. എനിക്ക് നാളെ അർജന്റായിട്ട് പെരക്ക് 3000 ഉറുപ്പ്യ അയക്കണേ. ഇതെന്താ അവിടെ? മോള് കാശ് എടുക്കാൻ വന്നാടേ. അത് ശരി, ഞങ്ങളും സാലറി എടുക്കാവുന്നതാണ്. മെസ്സേജ് വന്ന വഴിക്ക് എടുത്തില്ലെങ്കിൽ അത് ബാങ്കിൽ ലോണിൽ വലിച്ചു പോകും. അതെ, അവള് ലോൺ എടുത്തിട്ടല്ലോ, അപ്പൊ അതിലേക്ക് പോവും. അത് പേടിച്ചിട്ടാ. അല്ല, എന്നിട്ട് ഓക്ക് കിട്ടിയോ? അത് നോക്കണ്ട്. കിട്ടിയാ മതിയായിരുന്നു. കിട്ടിയാ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യം കിട്ടിയില്ല. നീ പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ടാണ് പോരുന്നേന്ന്. അല്ലെങ്കിൽ എന്തിനാ അച്ഛനെ രാത്രി കൊണ്ടുവന്നാ ഞാൻ എടുത്തോണ്ടെന്ന് വരില്ലേ? അല്ല പറയുമ്പോ എന്തിനാ സുഖേട്ടൻ രാത്രി ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ഞാനിപ്പോ ഈ കാശ് കിട്ടിയിട്ട് ഒരുപാട് പരിപാടി ഭാഗമുള്ള ആശ്രയം എന്താണ്. എനിക്കിപ്പോ പെൻഷനൊന്നും ശരിക്കും കിട്ടുന്നില്ലല്ലോ. അല്ല, നാളെ ഇപ്പൊ ഏതാ റൂട്ട്? നാളെ ചാലക്കുടി, അങ്കമാലി, ആലുവ. ഞങ്ങൾ രണ്ടും ഒരേ ബസ്സിലാണ്. ഞാനും എന്റെ അമ്മണിയും കൂടി 20 വർഷം ഓടിയ കൂട്ടാണ്. അല്ല അമ്മണി എന്ന് പറഞ്ഞാല് അതെ, ഈ അമ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ആ സമയത്ത് സ്ഥിരം ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിന് അച്ഛൻ ഇട്ടേക്കണ പേരാണ് അമ്മണി. KSRTC ബസ്സിന് അമ്മണി പേരിട്ട് നിങ്ങള്. എന്റെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ അമ്മണിയുടെ കൂടെ അല്ലായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഒന്നും അല്ല. അന്ന് എവിടെ നോക്കിയാലും പ്രൈവറ്റ്. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ 3 പ്രൈവറ്റ് ബസ് എന്നാ കണക്ക്. ശരിയാ. ഞാനും എന്റെ അമ്മണി മുടങ്ങാതെ ഓടും. നല്ല കലക്ഷൻ, നല്ല അഭിപ്രായം. അങ്ങനെ ഇരിക്കുമ്പോ തോമസ് സാർ ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറയാ, സുഗത, ഞാനൊരു കാര്യം പറയട്ടെ, നീ അരുതെന്ന് പറയരുത്, നീ അത് ഏറ്റെടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ തോമസ് സാർ, എന്താ കാര്യം? ആലുവ ഡിപ്പോ ആകെ അവതാളത്തിലാണ്. ആലുവ ഡിപ്പോ നീ ഏറ്റെടുക്കണം. എന്നിട്ട് ആലുവേനെ നീ രക്ഷിക്കണം. അങ്ങനെ തൃശൂർ ഡിപ്പോയിൽ നിന്ന് ഞാൻ ആലുവ ഡിപ്പോയിലെ വന്ന് ആലുവ, അങ്കമാലി, ചാലക്കുടി റൂട്ടിലെങ്ങനെ തിമിർത്തു ഓടുക. ഏതാ കാലം. ഒരു പ്രൈവറ്റ് ബസ്സിനും കൂട്ടാക്കാതെ ഇങ്ങനെ ഇങ്ങനെ പായന്നെ. അപ്പൊ പ്രൈവറ്റ് ബസ്സുകാർ എന്നെ കണ്ടിട്ട് പറയും, സുഖദേട്ടാ വേണ്ടാട്ടോ. അവർക്ക് പേടിയാണ്. നമുക്കെന്ത് പ്രൈവറ്റ് ബസ്, നമുക്ക് നമ്മുടെ സ്ഥാപനമല്ലേ വലുത്. സത്യം പറഞ്ഞാൽ ഒറ്റ ദിവസത്തെ ഒരു റൂട്ടിന്റെ കാശ് മതിയായിരുന്നു ആലുവ ഡിപ്പോന്റെ സകല ചെലവുകളും കഴിഞ്ഞു. അപ്പൊ ആത്മാർത്ഥമായി പണിയെടുത്ത് അത് നടക്കും. ഇനി വേറൊരു കഥ നിങ്ങൾ വിശ്വസിക്കില്ല. വേറൊരു കഥ ഉണ്ട്. അത് പറഞ്ഞ ഞാൻ പറ്റിയ ഇങ്ങോട്ട് അല്ല, ആ കഥ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലല്ല, ഇത് വേറെ കഥ. അങ്ങനെ ആലുവ ഡിപ്പോനെ ഞാൻ അങ്ങനെ രക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആലുവ ഡിപ്പോന്റെ അവിടെ വന്നിട്ട് നിർത്തിയിട്ട്, സുഗതൻ ഇവിടെ ഇല്ലേ എന്നൊരൊറ്റ ചോദിക്കാം. മന്ത്രിയുടെ കണക്ഷൻ ഉണ്ടെങ്കിൽ കോർപ്പറേഷനിൽ എല്ലാവരും എന്നെ കുറിച്ചല്ലേ പറയണേ. മന്ത്രി അവിടെ വന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? ആലുവ ഡിപ്പോ സുഗതൻ ഏറ്റെടുത്തപ്പോ നന്നായി. കേരളത്തിലെ എല്ലാ ഡിപ്പോയും സുഗതനെ ഏൽപ്പിച്ചാൽ ട്രാൻസ്പോർട്ട് വകുപ്പ് എന്നേ രക്ഷപ്പെട്ടേനേന്ന്. സുഗതങ്ങളെ കൈയിടുതേരി. പക്ഷേ ആർക്കും ഒരു സമയത്ത് വിരമിക്കേണ്ടി വരുമല്ലോ. മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പെൻഷൻ പറ്റിയപ്പോ എന്റെ അമ്മണീനെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. അമ്മണീനെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ. എവിടേക്ക് വീട്ടിൽക്കോ? എന്താ നിങ്ങൾ പറയണത്? അവളുടെ അവസ്ഥ എന്താകുമോ? തൂക്കി വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും തുരുമ്പ് പിടിച്ചിട്ട് എന്നെ പോലെ. ലക്ഷ്മി, പൈസ വരുമ്പോ ഞാൻ വിളിച്ചു പറയാ. നീ അച്ഛനായിട്ട് വീട്ടിലേക്ക് പോയിക്കോ. അതാണ് നല്ലത്. അച്ഛാ പോവാൻ പോയിക്കോ. ബാഗ്
അതെ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അമ്മണിയെക്കാട്ടും വലുതാണ് ഇപ്പൊ ലക്ഷ്മി. എനിക്കല്ല അവളല്ലേ. എന്നാ ശരി എന്നാ. പോട്ടെ. ആ ശരി. എവിടെയാ നോക്കിക്കണേ? ഇല്ല, സുഖേട്ടൻ പോയത് നോക്കിയതാണ്. സുഖദേട്ടൻ എന്നോട് ഇത്ര ആത്മാർത്ഥമായിട്ട് കഥ പറയുമ്പേ ഈ ഓളെ കണ്ണിലേക്ക് നോക്കി എന്തേ കഥ പറഞ്ഞിനാ? ഏയ്ന്നോ നോക്ക്. ഞാനും ചെറുതായിട്ട് തന്നെ വലുതായത് കേട്ടോ. സത്യം പറയും, എന്റെ കണ്ണിലേക്ക് നോക്ക്. എന്തെങ്കിലും അടങ്ങാറുണ്ടോളായിട്ട്? അവളോട് എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട്. അല്ല ഞാൻ പറഞ്ഞത്, മുഹബത്ത് ഒക്കെ തിരിച്ചുണ്ടോ? അവൾക്ക് വേറെ ഇഷ്ടക്കേടൊന്നുമില്ല, ഞാൻ പറഞ്ഞപ്പ. അപ്പൊ എനിക്ക് തോന്നിയത് വെറുതെ അല്ല അല്ലേ? എന്നിട്ട് ഓൻ എന്നെ ഒളിപ്പിക്കാണ്. ആ കേറി പൈസ ഉണ്ടോ നോക്ക് ചെല്ല്. എല്ലാ കുട്ടിയാ മോനെന്താ കുഴപ്പം? നല്ല പോലെ ആയാ മതി. ആരെടുത്ത കളി? നമ്മളിത് എത്ര കളിച്ചതാണ്? ഉണ്ടോ? ഇല്ല ഇല്ല, വന്നിട്ടില്ല. എന്നാ അങ്ങോട്ട് പോര്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് AT 345 ഗൂഡല്ലൂർ ബസ് പോകുന്നില്ല. എന്ത് പോകുന്നില്ല? ഓഫായി. ആര്? ജോർജേട്ട ഇപ്പൊ കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയല്ലേ ഉള്ളൂ. എന്തൊക്കെയാണ് ഈ കാണിച്ചോണ്ട് നിൽക്കുന്നത്? ഇവിടെ വന്നോ? ജോർജേട്ട ഇപ്പൊ അവിടേക്ക് പോയല്ലോ. നിനക്ക് വയറുവേന? നിനക്ക് എന്താണ് പ്രശ്നം? വയറുവേന സഹിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ സൂപ്രണ്ടിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ. എന്തിന്? ആവോ, നീ പോകണ്ടോ? പോണില്ലേ? ഞാൻ പോകുന്നുണ്ട്. എന്നാ പോ. ആ താല്പര്യമില്ല പിന്നെ നിൽക്കുന്നത് എനിക്കതാ മനസ്സിലാവാത്തത്. AT 345 ഗൂഡല്ലൂർ ബസ് എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ടു പോകണം. എന്റെ സത്യ ഇതൊന്ന് ഓഫ് ചെയ്യും. ഞാൻ എത്ര നേരം കൊണ്ട് തന്നോട് ഒരു കാര്യം പറയാൻ കാത്തിരിക്കുമെന്നറിയോ? പറഞ്ഞോ. ഓ, യൂണിയൻ സമ്മേളനം വരിക. ഫണ്ടാണെങ്കിൽ 5 പൈസ പോലും കയ്യിലില്ല. പിന്നെ എന്തിനാ സമ്മേളനം നടത്തുന്നത്? നമ്മളെല്ലാം കൂടെ ഒത്തു നിന്ന് പിരിക്കണം. പിരിച്ചിട്ടൊന്നും ഈ പരിപാടി ശരിയാവില്ല കേട്ടോ. അതെ, ശമ്പളം ഇപ്പൊ 2ആയിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ഒന്നാക്കാൻ വേണ്ടി ഞങ്ങളുടെ യൂണിയൻ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രവർത്തിക്കേണ്ട. അതെ, ശമ്പളം 1ആയിട്ടാ തന്നുകൊണ്ടിരുന്നത് അല്ലേ? ഇപ്പൊ അത് 2ആയിട്ടെങ്കിലും കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഇടപെട്ടിട്ട് അതും കൂടി ഇല്ലാണ്ടാക്കണ്ട കേട്ടോ. ആവശ്യമില്ല സംസാരിച്ചോണ്ടല്ലോ, യൂണിയനെ വെറുപ്പിക്കരുത്. പണി കിട്ടും. പാലക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി വഴി ഗുരുവായൂർ വരെ പോകുന്ന RSC 625 ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്തായി പാർക്ക് ചെയ്തിരിക്കുന്നു. അതെന്റെ ബസ്സല്ലേ? നിങ്ങളുടെ ബസ് തന്നെ. പോകാൻ പറഞ്ഞാൽ മതി, ഇത് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സൂക്ഷിച്ചോ, യൂണിയനോടാ കളി. യൂണിയനോടാ കളി. ഇയാൾക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നാണ്. മുണ്ടിയാ പിരിവാണ്. ഹലോ എന്താ പറഞ്ഞോ? അല്ല, ഈ പരപ്പനങ്ങാടിക്കുള്ള ബസ്. പരപ്പനങ്ങാടിക്കോ? പരപ്പനങ്ങാടി. പരപ്പനങ്ങാടിക്കുള്ള ബസ് അവിടെ നിൽക്കുന്നുണ്ടാവും, പോയി നോക്ക്. എവിടെ? വടക്ക് ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും, പോയി നോക്ക്. ബസ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പറയണം കേട്ടോ. ബസ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയണോന്ന്. അത് എങ്ങനെ അറിയോ? കുറെ ബസ് ഉണ്ട് അവിടെ. അങ്ങോട്ട് പോയി നോക്കിയാ കാണും. KTC 89. KTC 89. സത്യേട്ടാ, അതെ ഏ? ലക്ഷ്മി പുതിയതാണല്ല. ആ. അവള് കണ്ടക്ടറായി വന്ന പിന്നെ നമ്മുടെ ബസ്സിലാണ് കിട്ടിയത്. ഞാനത് ഉള്ള സമയമൊക്കെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയുണ്ട് റൂട്ട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കളക്ഷൻ ഉണ്ടാ? നല്ല കളക്ഷൻ ഉണ്ട്. ഇവള് വന്നേ പിന്നെ ഇച്ചിരി തിരക്ക് കൂടുതലാണ്. അതാണ്. എന്താന്നറിയില്ല, ചിലവര് നല്ലൊരു വർക്കത്തുണ്ടാവുമല്ലേ. അതുകൊണ്ടാവും. അതെ ലക്ഷ്മി, വേറൊരു പരിപാടി ഉണ്ട്. എന്തെങ്കിലും കുറേശ്ശെ പൈസ ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ഉണ്ടായിക്കോ. അതിനൊരു സൂത്രമുണ്ട്. അതായത് ബാക്കി പൈസ കൊടുക്കില്ലേ, 5 റുപ്യ 10 റുപ്യൊക്കെ, അതിനിങ്ങനെ സ്ലിപ്പ് എഴുതി കൊടുക്കും. അതിന്റെ ഒരു ഐഡിയ ഉണ്ട്. അത് മൂപ്പരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഞാനൊന്നും പഠിപ്പിക്കാതെന്നില്ല. അത് 5 രൂപ 10 രൂപ തരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറന്നു പോണ പോലെ കാണിക്കണം. അപ്പൊ ഒരു 10 പേരോട് ആവുമ്പോ അത് നല്ലൊരു എമൗണ്ട് ആവേ. ചേട്ടാ, അത് നേരത്തെ പറയേണ്ടത്. അപ്പൊ ഞങ്ങൾ എടുക്കട്ടെ. വിടാൻ നോക്കോ, സമയമല്ല. അനൗൺസ് ചെയ്തോട്ടെ. ന്യൂസ് ചെയ്തു. സാറേ പറഞ്ഞ ബസ് അവിടെ ഉണ്ടല്ലോ.
ATC എത്തുമ്പോണ്ടാ ആ ഉണ്ട്. ഉണ്ടാ ആ ഉറപ്പ് അവിടെ കിടപ്പുണ്ട്. പാലക്കാട് നിന്ന് കോങ്ങാട്, മുണ്ടൂര്, പെരിന്തൽമണ്ണ വഴി പരപ്പനങ്ങാടി വരെ പോകുന്ന ATC 89 ബസ് എത്രയും പെട്ടെന്ന് പുറപ്പെടുന്നതാണ്. കേറിയോ അത് കൊള്ളാം. ഇതാണല്ലേ പരിപാടി. സ്റ്റാൻഡിന്റെ തെക്ക് വശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന പാലക്കാട് കൊടുങ്ങല്ലൂർ ബസ് ഉടൻ സ്റ്റാൻഡ് വിട്ടു പോകണം. താമരശ്ശേരി പോയാ? താമരശ്ശേരി എവിടേക്കാ പോണ കേട്ടാ? ഏത് താമരശ്ശേരിയാ ഉദ്ദേശിച്ചത്? ചുരത്തിന്റെ താഴെയുള്ള താമരശ്ശേരി അല്ലേ? ആ അതല്ല, ബസ് പോയോന്നാ ചോദിച്ചത്. ബസ് പോയിട്ടില്ല, ബസ് വരും. ബസ് വരുവാ? ബസ് വരും, കോയമ്പത്തൂരിന്ന് വരണം. എപ്പോ വരല്? വരേണ്ട സമയമായിട്ടുണ്ട്. എന്താ കാണാത്തതെന്ന് അറിയില്ല. അതെന്താ കാണാതെ അറിയാതെന്തെന്ന്? ഏട്ടാ ബസ് എത്തേണ്ട സമയമായിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. ചിലപ്പോ വാളയാറിൽ ബ്ലോക്ക് ഉണ്ടാവും, ബ്ലോക്കിൽ നിൽക്കാവും. ബ്ലോക്കിൽ നിന്ന് എപ്പോഴാണ് കഴിച്ചിലായി പോരുക എന്നുള്ളത് എങ്ങനെയാ ഞാൻ പറയാം. ആ ബ്ലോക്ക് പെട്ട് നിൽക്കാവും. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആന്റിയോപ്ലാസ് ചെയ്യണം. നിങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്തോണി, ബസ് ഇപ്പോ വരും. ബസ് വരുന്ന സമയം പറ, എന്നല്ല എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നിൽക്കടാ. എന്റെ പൊന്ന് ചേട്ടാ, വാളയാറിൽ ബ്ലോക്കിൽ നിൽക്കണ ബസ് എപ്പോ അവിടുന്ന് പുറപ്പെട്ടിട്ട് വരും എന്നുള്ളത് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ അറിയില്ല. അതിനുള്ള വിദ്യ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, അതാണ്. ഞാൻ എന്തെങ്കിലും ചോദിച്ചു ഒന്നും നിങ്ങൾ ഇങ്ങനെ അലസായിട്ട് പറഞ്ഞിട്ട് പോന്നു. ഇതിനൊരു നാഥൻ ഉണ്ടോക്കട്ട്, ഞാനിപ്പം വരാം, നോക്കാടാ. ശരി, ഈ കംപ്ലൈന്റ് ചെയ്യും, ഞാൻ എന്തായാലും കംപ്ലൈന്റ് ചെയ്യും. ആ സംശയമൊന്നുമില്ല. ചെയ്തോളെ, വേഗം പോയി. പാലക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി വഴി ഗുരുവായൂർ വരെ പോകുന്ന RC 625 ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്തായി പാർക്ക് ചെയ്തിരിക്കുന്നു. കക്കൂസ് കണ്ടിട്ട് ഒരാഴ്ച ആയും തോന്നണേ അവനൊക്കെ. ചേട്ടാ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ ചേട്ടാ? ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ? പൈസ തന്നിട്ടല്ലേ നമ്മള് പോണേ. നല്ല വൃത്തിയാക്കിയല്ലേ ഇട്ടുന്നത്. അവിടെ നിന്ന് ചോറിന ഭാഗത്തിന് കഴി വൃത്തിയാക്കി ഇട്ടുന്നതാണ്. പൈസ തന്നിട്ടല്ലേ പോണേ, നമ്മള് വൃത്തിയില്ലാത്തോണ്ടല്ലേ പറയണേ. അപ്പൊ നിങ്ങളൊന്ന് വൃത്തിയാക്കി ഇട്ടൂടെ? ഒന്നിനല്ലേ പോയത്? ഒന്നിനാണെങ്കിലും നമുക്ക് വൃത്തി വേണ്ട ചേട്ടാ. പൈസ തന്നിട്ടല്ലേ നമ്മള് പോന്നേ. 2 രൂപയല്ലേ നിന്റെ ഒന്ന് മേടിച്ചോളൂ. 2 രൂപയാണെങ്കിൽ നമ്മള് തന്നില്ല ചേട്ടാ. ഒരു കാര്യം ചെയ്യ്, നീ തന്ന 2 രൂപ ഞാൻ അങ്ങ് തിരിച്ചു തരാം. അത് ഈ ഒഴിച്ച സാധനം തിരിച്ചെടുത്തോണ്ട് പോവോ? അതെ, അനിയൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഞാൻ ആളെ വെച്ച് വൃത്തിയാക്കി AC ആക്കി വെച്ചേക്കാം നിനക്ക്. പെട്ടെന്നാട്ട് വണ്ടി ഇപ്പൊ പോകും. പെട്ടെന്നാട്ട്. പെട്ടെന്നാവാ. 1 ആണോ 2 ആണോ മനസ്സിലായില്ല. 1 അതായത് 1-ന് 2, 2-നാണെങ്കിൽ 5. ഇതിൽ 1 ആണോ 2 ആണോ വേണ്ടത്? 1, 2, 3 എല്ലാം എടുത്തു. മൂത്രം ഒഴിക്കാനാണോ തൂറാനാണോ? മൂത്രമൊഴിക്കാനാ. പെട്ടെന്ന്. അതെ, ചില്ലറയില്ല. ഇതെന്താ 2 രൂപയ്ക്ക് 100 രൂപ ബാക്കി? അത് തരയില്ല മോനെ, അത് ചില്ലറ കൊണ്ടുവാ. ചേട്ടാ ഞാൻ പിന്നെ കൊണ്ടുതരാം. പിന്നെ കൊണ്ടുവരാനാ? അത് പലചരക്കട ഇവിടെ കടം പറഞ്ഞിട്ട് പോവാൻ അത് നടക്കൂല. അല്ല, ഞാൻ മൂത്രം ഒഴിച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് കൊണ്ടുതരാം. ഇവിടെ പൈസ ഇതിനകത്ത് ഞങ്ങൾ വെള്ളം അത് ഇതെല്ലാം ഉപയോഗിച്ചിട്ടാ. ഇതിൽ നിങ്ങൾക്ക് സൗകര്യത്തിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ കടം പറയാൻ പറ്റൂല. അത്യാവശ്യമാ ചേട്ടാ. നാണമില്ലേ? ചില്ലറ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇതെന്ത് ഡാൻസ് കളിക്കുന്ന പൈസ ചോദിച്ച മൂത്രം മുട്ടിയിട്ടാന്ന് പൈസ. ഇത് കളിക്കാതെ പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ചുമ്മാ ചേട്ടാ, ഇതൊക്കെ ആണെങ്കിൽ സർക്കാർ ഉണ്ടാക്കി വെച്ചേക്കുന്ന പിന്നെ ആവശ്യങ്ങൾ നിറവേറ്റാനല്ലയോ? അയ്യോ, സർക്കാർ ഉണ്ടാക്കിയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, സെക്രട്ടേറിയറ്റിന്റെ നട വരെ പോ. അവിടെ പോയിട്ട് അവിടെ വിവരം അറിയിച്ചാൽ മതി. അപ്പൊ അവര് വേണ്ട സൗകര്യം അവിടെ ചെയ്തു തരും. ഞാൻ അവിടെ കരാറെടുത്തിട്ടിരിക്കണേണ്. ചേട്ടാ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. ഗൂഗിൾ പേ? ഓ, ഇനി അടുത്ത പറ്റി പോയിറങ്ങണ്. നീ പോവാൻ നോക്ക. നീ ഇല്ല, അങ്ങോട്ട് മാറിപ്പോ. പിന്നെ നട വന്ന് ഞാൻ തൂരി തരും. അവിടെ CC ക്യാമറ വെച്ചിട്ടുണ്ട്, നാട്ടുകാർ മുഴുവനും കാണുകയും ചെയ്യും. ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ? എന്തിന് ചേട്ടാ? അത്യാവശ്യം തീപ്പെട്ടി. നീ എന്ത് ചായ ഇടാൻ കയറിയൊന്നല്ലല്ലോ ചേട്ടാ? അതല്ലേ ഇനി വലിച്ചാലേ പോവുള്ളൂ, അതുകൊണ്ടാണ്. ഇവിടെ ഇതഞ്ഞ് ഇറങ്ങി നോക്കിയാണ് ബോർഡ് നോക്ക്. എഴുതി വെച്ചേ. ഈ അവസ്ഥയിൽ എങ്ങനെ ഇറങ്ങി വരാ? ഇവിടെ പുക വലിക്കാൻ പാടില്ല, നോ സ്മോക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെ വലിക്കാൻ പറ്റൂല. ചേട്ടാ നീ വലിക്കാൻ പോവില്ല. ചെറുക്ക പറയണ നീ പറ്റേ പോണേ പോ, അല്ലെങ്കിൽ ഇറങ്ങി പോവാൻ നോക്ക്. പോ. ഞാൻ ഇവിടെ ഇറങ്ങൂല. നീ ഇറങ്ങണ്ട. അതിനകത്ത് കിടന്നേ
പോണ്ടടാ. ആ പോണ്ട ഒരു വൃത്തിയാണെങ്കിൽ ആ, അവിടെ കിടന്നാ മതി. പോണ്ട. ഒരെണ്ണം എടുത്ത് ഇതിനകത്ത് കിടക്കട്ടെ. ഞാനും പോണില്ല. കുറെ നേരം ആയില്ല. ഹലോ, കഴിയാറായോ? അനിയാ കഴിയാറായ നീ നീ അതിനകത്ത് പോയാ എന്തായി? നീ ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങിപ്പോ ചേട്ടാ പോവാൻ പറ്റണില്ല. പോവാൻ പറ്റില്ല. നീ ഇവിടുന്ന് പോവാൻ നോക്ക്. പോ ചേട്ടാ ഒരു തീപ്പെട്ടി ഉണ്ടെത്താ അല്ലെങ്കിൽ പൈസ ഞാൻ തിരിച്ചു പോവാം. പൈസ നീ ഇത്ര നേരം അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്താ? പോവാൻ പറ്റാതെ പിന്നെ ഞാൻ നടക്കൂല. പോടാ. എന്ത് കഷ്ട കൊള്ള പലിശയാണ് നിങ്ങൾ ഇവിടെ തട്ടിപ്പറിക്കുമെന്ന് തോന്നുന്നു. മനുഷ്യനൊരു സൗകര്യം ചെയ്തു കൊടുക്കാന്ന് വെച്ചാൽ ഇതൊക്കെ എന്ത് അഹങ്കാരമാണ്. ആ എന്താണ് ഉള്ളി? 2 ദിവസമായി വയറ്റുന്ന ഒരു എരിച്ചല് പിടിച്ചല് ഒരു കരച്ചല്. അതെ, മര്യാദക്ക് അറിയുന്നില്ല. നിലവിളി ഉണ്ടാ? ഒരു കാര്യം ചേച്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ചതച്ചിട്ട് വിഴുങ്ങോ, ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അങ്ങ് വിഴുങ്ങ. നല്ലതാണ്. മാറും. ഒരു ഗ്ലാസ് കൂടെ ആക്കി വെക്ക്. അടുത്ത ട്രിപ്പ് എന്റെ ഇങ്ങോട്ട് വരാം. ഇവിടെ നന്നായിരിക്കും. ഷുഗർ ഉണ്ട്, നല്ലോണം വെള്ളം കുടിക്കണം പറഞ്ഞു. ഇത് എന്താണ് ഇത്? നിങ്ങൾക്കിത് ഉദ്യോഗസ്ഥർക്ക് സൗജന്യമാണെന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒരു ദിവസം ഒരു 7 പ്രാവശ്യം ഉണ്ണീനകത്ത് പോകുന്നുണ്ട്. മൂത്രത്തിന് എത്ര വെച്ച് മേടിക്കുന്നേ? മൂത്രത്തിന് 2 അല്ലേ? ശരിക്കും അത് അധികമല്ലേ ഇത്? ശരിക്കും ചിലവർ ജസ്റ്റ് ഒറ്റിച്ചിട്ട് പോകും, ചിലപ്പോൾ നറോടിച്ചിട്ട് പോകും. ഇത് നഷ്ടാ. കക്കൂസ് പോനോ? 5. മണ്ടത്തരാണ് ശരിക്കും. ഈ കക്കൂസ് പോകുന്നവൻ അറിയാണ്ട് മൂത്രം പോകും. അങ്ങനെ സംഭവം. അപ്പൊ 7 ഉറുപ്പ്യ മേടിക്കുന്നതിന് ഒന്നും പറയില്ല. അവർക്ക് കാര്യം അറിയാം. 7 ഉറുപ്പ്യ മേടിച്ചാൽ മുതലാവും. ശരിയാ. ആ പിന്നെന്തൊന്ന്? അതെ, ആ ഈ വെള്ളം ഒഴിച്ചാ വെള്ളം അടുത്തോൻ വരൂലേ? ഓന് വയ്ക്കൂലേ? മര്യാദക്ക് ഒന്ന് മേടിക്കേണ്ട പൈസയില്ലടോ. ഇതില്ല, തീപ്പട്ടിയില്ല. അതിനപ്പോ ഒരു ചെക്കനായിട്ട് ഇവിടെ അതെ, ഇവിടെ തീപ്പട്ടി ഇല്ല. വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാന്നോ? ഓയിൽ ചേഞ്ച് എനിക്ക് അങ്ങനെ ചെയ്ത പോലെ ഹരീസ്, അതിനെ എന്തിനാ എന്നെ വിളിക്കണേ? ഞാവത്തൊക്കെ എങ്ങനെ ചെയ്യണോ? പിന്നെ 40 ആൾ വേണോ ഓയിൽ ചേഞ്ച് ചെയ്യാൻ? എത്ര കാലം ഇവിടെ പണിയെടുക്കണേ? അല്ലാണ്ട് മാണ്ടാത്ത വർത്താനം പറയാ. നല്ല പോലെ കിടന്നിറങ്ങണോ വന്ന് വിളിച്ചിട്ട് അവന്റെ ആ ടയർ ഇപ്പൊ ഇങ്ങനെ ഇവിടെ കൊണ്ടിട്ട് ഇങ്ങനെ പഠിച്ച് പണി പഠിച്ചെല്ലാം കൊണ്ട് കീഴ്പ്പെട്ടാ വരുന്ന എല്ലാവരും കൂടെ. രാജീവനാടെ? രാജീവോട് ഫോൺ ചെയ്യാം. അതന്നെയാണ് നിങ്ങളെ കുഴപ്പോ. എല്ലാവരും ഇപ്പൊ ഫോണിലാ. ഒരാളും മര്യാദയ്ക്ക് ഇവിടെ പണിയെടുക്കില്ല. എന്റെ കല്യാണം ഉറപ്പിച്ച് അതന്നെ പറഞ്ഞേ. അല്ല അത് വേണ്ട, നല്ല പോലെ കിടന്നുറങ്ങുക മനുഷ്യ. അതിനെടുക്ക് ഇപ്പൊ അതിന്റെ പണിയെടുക്ക പോയിട്ട്. അല്ലെങ്കിൽ ഈ എന്തിനാ എങ്ങനെ സുഷ്കാന്തി കാണിക്കണം? എനിക്ക് പ്രാവശ്യം നമ്മളെ കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനാണ് ആർക്ക് വേണ്ടി ഈ എങ്ങനെ സുഷ്കാന്തി കാണിക്കണേ? ആ തോന്നുമ്പോ മാറ്റിയാൽ മതി ഓയിൽ. ആരെയാണ് പോയിരിക്കും. ഞാൻ കുറച്ചേരം കൂടി കിടക്കട്ടെ. ഇതവിടെ എല്ലാം നടക്കോ ഇത്? ഒന്നും നടക്കൂല മോനെ. നിങ്ങൾ ആ വണ്ടി ഒന്ന് ശരിയാക്കുന്ന, എനിക്ക് വണ്ടി എടുത്തിട്ട് പോകണ്ടേ? അത് നടക്കൂല മോനെ. പിന്നെ എന്താ ചെയ്യണ? നടക്കൂല. താനല്ലേ ഇവിടെ. എന്തൊരു കഷ്ടമാണ് ഇത്. ആളുകൾ വന്ന വണ്ടി ചോദിച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കണ്ടേ? അപ്പൊ വണ്ടിക്ക് ഇപ്പൊ ഗിയർ ബോക്സ് ഇല്ലാണ്ട് വണ്ടി പോവോ? അന്റെ വർത്താനം കെട്ടപ്പെടാ 150 ഗിയർ ബോക്സ് ഉള്ള മാതിരിയാണല്ലോ. ഞാൻ എന്തെടുത്താ മാറ്റി തരിക? ഇനിയിപ്പോ എന്താ ചെയ്യണത്? എന്താ ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഗിയർ ബോക്സ് മേടിച്ചു തരാന്നുള്ളത്. അത് ഇല്ലെങ്കിൽ ഞാൻ എന്താക്കും? ഞാൻ അണ്ണാക്ക് വെച്ചു തരില്ല. സത്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് എന്താ പണി? അപ്പൊ ഒരു പണിയില്ല. ഈ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇതുണ്ട് ഈ കണ്ട ടൂൾസ് ഒക്കെ ഞാനിവിടെ പണിയെടുക്കാൻ തുടങ്ങിയുള്ള കാലത്തെ ടൂൾസാ. അതിന്റെയൊക്കെ പല്ല് വരെ പോയിക്കണം. ഇതൊന്നും എടുത്ത് ഞാനായതുകൊണ്ടൊക്കെ പണിയെടുക്കണേ. അറിയാം നിങ്ങൾക്കും പല്ലില്ലല്ലോ, നിങ്ങളും പഴയ ആളല്ലേ. ടൂൾസ് ഒക്കെ ധാരാളം. വല്ലാതെ തമാശ കളിക്കല്ലേ? അരീക്ഷ 10 ദിവസത്തെ പണി എടുക്കടാ പോയി കല്ല് കളിക്കാതെ. അല്ല ഇജ്ജിപ്പടി ഇരുന്ന് കൊത്തക്കല്ല് കളിക്കാം. അന്നോടല്ലേ ഞാൻ പോയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞേ? മൊയ്തിക്കല്ല എന്നോട് പറഞ്ഞു അവിടെ പോയി ഇരിക്കാനായിട്ട്. അത് കേട്ടപ്പാടൊന്നും കുത്തിരുന്നേ അല്ലേ?
പോയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം. ആ ക്ലോക്ക് എടുത്ത് കൂടെ ഉണ്ടാ തരാൻ പറഞ്ഞ റിയൽ ആണല്ലേ. എടാ പോയി എന്റെ മൊയ്തൂക്ക നമ്മ ഉള്ളവരെല്ലാരും കൂടി ഒന്ന് ഉത്സാഹിച്ച് പൊക്കിയെടുത്താലേ ഈ സ്ഥാപനം ഒന്നും ഉണരുള്ളൂ. ആ നിങ്ങൾ ഉത്സാഹിച്ചാ മതി. ഞാൻ കൊറേ ഒക്കെ ഉത്സാഹിച്ചാണ് വിചാരിയെ. വെറുതെ അല്ല ശമ്പളം കിട്ടാതൊക്കെ പട്ടിണി കിടന്ന് ചാകണത്. അത് ശരി. ഇപ്പൊ എന്റെ കുഴപ്പം കണ്ടാണ് ഈ പറയണത്. അത് നിങ്ങൾ ഉള്ളവർ ആ ബസ് ശരിയാക്കി എനിക്ക് ആ സമയത്ത് എടുത്തിട്ട് പോയിക്കൂടെ. ഇവിടെ കണ്ടില്ല ഓരോന്നുള്ളപ്പോ ഒരുത്തനെ എണീറ്റ് പോയത് കണ്ടില്ലേ. 5 എണ്ണം ഇവിടെ ഉമ്മാര് പണിയെടുക്കാൻ. ഓരൊറ്റ ഒന്നിനും ഉത്തരവാദിത്തമില്ല. ഒക്കെ മൊബൈൽ കളിച്ച് നടക്കുക. അപ്പൊ അല്ല ഓരെ പറഞ്ഞതിനും കാര്യമില്ല. മാസത്തിൽ ശമ്പളം കൊടുക്കണേ, കുടുംബം പോറ്റണ്ടേ. ഇപ്പൊ ഈ ഗിയർ ബോക്സിന്റെ കാര്യത്തിൽ എന്താ ചെയ്യണം? ഗിയർ ബോക്സിന്റെ കാര്യത്തിലേ ഈ ഒരു 15 മിനിറ്റ് കുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഒപ്പിച്ചുതരാം. എന്ത്? നെടുമ്പക്കാട് ഒരു വണ്ടി വരണ്ട് 17-15. അതിന്റെ ഗിയർ ബോക്സ് എടുത്ത് എനിക്ക് വെച്ചുതരാം. അപ്പൊ അതിന് തിരിച്ചു പോകണ്ടേ? അതുകൊണ്ട് അത് 5 മണിക്ക് ഏറ്റുള്ള വണ്ടിയാ. അതേപ്പോ മാർഗമുള്ളൂ, വേറെ മാർഗമില്ല. എന്താ കാട്ടുക? എന്നാലും ഇതേടെ പോയത് എന്നാലും നമുക്കറിയണല്ലോ. ചെറിയ തീപ്പെട്ടി പോലത്തെ സാധനം പറക്കെ കൊണ്ടുപോകുന്ന വിചാരിക്കാം. 32-62 ഇവിടെ പോയത്. 32-62 ഇവിടെ പോയത്. 32-62 നിന്റെ ബസ്സല്ലേ? എന്റെ ഡ്യൂട്ടി ബസ്. അതൊരു 10 മിനിറ്റ് മുമ്പ് ജോർജിയാറിനെ എടുത്തോണ്ട് പോണണ്ടല്ലോ. പോരാ. അപ്പൊ നീ എവിടെ പോയിച്ച്? ഈ എന്ത് പറയുന്നത്? എന്റെ ഉണ്ണിക്ക് ആ ബസ്സിലെ കണ്ടക്ടർ അല്ലേ? അതിന്റെ അകത്ത് കയറുന്ന ആളല്ല. ഇനി ആരാ അതിന്റെ അകത്ത് ടിക്കറ്റ് കൊടുക്കുക? എന്റെ മൊയ്തൊക്കെ ഞാൻ ക്യാൻറ്റീനമ്മ ഒന്നിച്ചുണ്ടായിനി. ഓന്റെ മൊബൈലേക്ക് വിളിച്ചിട്ട് വണ്ടി നിർത്താൻ പറയും. അപ്പൊ എന്നല്ലേ കിട്ടല്? അതെങ്ങനെ ഓന്റെ മൊബൈൽ വിളിച്ച് അന്ന കിട്ടുക? ഓന്റെ മൊബൈൽ എന്റെ കൈമേ പോയി. അതെങ്ങനെ? അത് പക്ഷെ എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പൊ ഒന്ന് ഫോൺ വിളിച്ചു, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, പിന്നെ മൂപ്പറെ കാണുന്നില്ല. ടൈമില്ലേ എല്ലാറ്റിനും ഇങ്ങനെ കീഞ്ഞ് പായല ബസ്. ഈ ചാനലില് കളക്ഷനില് നിന്റെ ശമ്പളത്തിൽ കുറക്കും. നീ പോയി വണ്ടി പിടിക്കാൻ നോക്ക്. എന്റെ ഉണ്ണിയ വണ്ടി പോണ സമയമാകുമ്പോഴേക്കൊന്ന് വാച്ചിൽ നോക്കണ്ടാ. ഇങ്ങനെ നീ പറഞ്ഞ വാച്ച് നിന്നിട്ട് 2 ദിവസമായില്ലേ? വാച്ചിൽ നിന്ന് ഓന്റെ മൊബൈൽ എന്റെ കയ്യിലും. എന്തിനാണ്ടാ പണിയെടുക്കണേ KSRTC പഠിപ്പിക്കാനായിട്ട്? ഞാൻ പോയിട്ടൊക്കെ വണ്ടി ഇപ്പൊ അങ്കമാലിലെത്തിണ്ടാവും. നീ ട്രെയിനിന് മിണ്ടാടുന്നതാണ് ഓരോ വർത്താനം പറഞ്ഞത്. എന്റെ 10 പൈസ ഇല്ല. നീ ഒരു 100 റുപ്യ എന്തൊരു കഷ്ടം. എന്റെ പൈസ ഒന്നുമില്ല. അല്ലാത്ത ജാതിയാണ്. ഇവനൊക്കെ ആരാണ് കണ്ടക്ടറാക്കിയത് KSRTC-യില്? ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ടോ പുറകെ വണ്ടി വിളിച്ചു പോകും. എങ്ങനെ നന്നാവാൻ? നിർത്തിക്കോ. വയ്ക്കാം. സത്യനാണ്. 1 ലക്ഷം മുതൽ തുടങ്ങണം, എന്നാലും 5 കിട്ടുമോ? ഒക്കെ ഞാൻ പറഞ്ഞോളാം. എന്റെ അച്ഛനുള്ളപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. ബംബിശിക്കാനാ സത്യ എവിടെയാ ചോക്കാൻ ഇരിക്കണത്? എന്തിനാ അവിടെ നിൽക്കണത്? നമ്മുടെ വീട് തന്നെയല്ലേ? സത്യ എന്താ ഇവിടെ ഇരിക്കോ? ഇനിയിപ്പോ ശീതളന്മാരാണ്. മനസ്സിലായോ? ഇല്ല. ഓ സാൻസുന്റെ മൂത്ത മോനാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓ അത് ശരി. ഈ കാര്യത്തിനെക്കായിട്ട് ഞാൻ ഒഴിക്കുകയാണ്. എന്താ വേണ്ടി നാട് വരാറുന്നില്ലേ? ഒഴിക്കുമായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം നടക്കണില്ല. ഞാനേ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ. ഇത് വന്ന് കിടന്നതേ ഉള്ളൂ. അപ്പളേക്ക് രാവിലെ ഓരോരുത്തർ വരികയാണ്. ഒരാള് വന്നിപ്പോ പോയേ ഉള്ളൂ. അപ്പളേക്ക് ശീതളമാല വന്നോണ്ട് പറയല്ല കേട്ടോ. ഞാൻ വന്നത് എന്താ വെച്ചാല് നമ്മുടെ കുടുംബക്ഷേത്രത്തിന്റെ 1-2 വർഷമായില്ലേ അതൊക്കെ മുടങ്ങി കിടക്കണോ? ഒന്നും ജയിലൊന്നും ഇല്ലല്ലോ. ഈ വർഷം ഒന്ന് ഗംഭീരായിട്ട് നടത്തുണ്ടോ? കുറച്ച് കലാപരിപാടികളും ഒക്കെ ആയിട്ട് ഒന്ന് നന്നാക്കി ചെയ്യണം. വേണേ അതൊക്കെ വേണം, എന്നാലേ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു ദിവസത്തെ പരിപാടിയായിരുന്നു. ഇപ്പൊ അതൊന്നും പറ്റില്ല. ഇല്ല. ഒരു 1-2 ദിവസം പരിപാടികളായിട്ട് 2 ദിവസത്തെ 2 ദിവസം വേണ്ട, അല്ലാണ്ട് തീരില്ല. ചാക്യാർ കൂത്ത് വിളിക്കുന്നത്. ചാക്യാർ കൂത്തൊക്കെ എന്തിനാണ്? അത് ഈ വിളിക്കണ ഇപ്പൊ നമ്മള് ക്ഷേത്രകല എന്തെങ്കിലും ഒന്നും വെക്കാണ്ട് പറ്റില്ല. അപ്പൊ കഥകള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വായും പൊളിച്ചിരിക്കാന്നല്ലാണ്ട് മനസ്സിലാവില്ലേ? ആർക്കൊന്നും മനസ്സിലാവും. ചാക്യാർ കൂത്താകുമ്പോ ഈ ഇരിക്കുന്നവരോടൊക്കെ എന്തിനൊക്കെ തമാശ പറഞ്ഞിട്ടേ അവർക്ക് ഒരു രസാക്കുമല്ലോ. എന്നാ പിന്നെ പോറാട്ട് നാടകം വെച്ചാൽ മതിയല്ലോ. ഈ ക്ഷേത്രകല എന്തെങ്കിലും വെക്കാണ്ട് അങ്ങനെയാണ്. അതില്ലാണ്ട് പറ്റില്ല. അപ്പൊ ഒന്നങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ പറയുന്ന അവർക്ക് എല്ലാവർക്കും
ചാക്യാർ കൂത്ത് അതൊന്നും അല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി എന്തിനു വെക്കണം എന്ന് പറയണു. ഇനിയും പരിപാടിയോ? അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്താ അത് എന്താ എങ്ങനെയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഗാനമേള വെക്കണം. ഗാനമേളയോ? ആരാ എന്നിട്ട് ഗാനമേളക്ക് വിളിച്ചത് നിങ്ങള്? ആ ഡിക്സൺ കുന്നുമ്മേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തണ്ടല്ലോ, നല്ല ഗംഭീരനാണോ? ഡിക്സൺ? ആ ഡിക്സൺ കുന്നുമ്മേൽ. ആ ചോർന്ന കുപ്പായൊക്കെ ഇട്ടിട്ട് കറുത്ത പാന്റും വെള്ള ഷൂവും ആ തൊപ്പിയൊക്കെ വെച്ചിട്ട് ആ പാട്ട് പാടുന്ന ആളല്ലേ? അവന്റെ ഫോട്ടോ കണ്ടു ഞാൻ. എനിക്ക് അവനെ കണ്ട ഛർദിക്കാൻ വരും. എന്തിനു നീ ഛർദിക്കുന്നത്? അയ്യേ ഒന്നുമില്ല, അവൻ വേണ്ട. എന്തിനാണ്? അത് ചെറുപ്പക്കാരൻ, നീ കാണണ്ട, നീ ആ ചാക്യാർ കൂത്ത് കണ്ടാ മതി. അല്ല ശീതളമാവാ, ഇതിനൊക്കെ പൈസ വേണ്ടേ ഈ 2 ദിവസത്തെ വലിയ വലിയ പരിപാടിയൊക്കെ വെച്ചിട്ട്? പൈസ ഇല്ലാണ്ട് പിന്നെ കാമിക്ക് നടക്കുവോ? അതൊക്കെ ചെയ്യണോ? എങ്ങനെയാ പിരിക്കാണ്? നോക്കാന്നേ ഇപ്പൊ ചെയ്യണ്ടെന്നൊക്കെ ആലോചിക്കണം. അതൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താപ്പോ നിന്റെ വർഷത്തുനിന്ന് ഇപ്പൊ എന്താ ഉള്ളത് വെച്ചാൽ അതൊന്ന് പറയാ. ഞാനെന്താ, ഞാൻ ഇപ്പൊ നടക്കണ പരിപാടിയിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭാവന ഞാനെന്താ 100-100 ഉറുപ്പ്യ. എന്താ തമാശയൊക്കെ നന്നായി. തമാശ അത്രയൊക്കെ പറ്റുള്ളൂ. അതൊന്നും നടക്കില്ല, അതൊന്നും നടക്കില്ല. 250 എഴുതുക. അതേ നമ്മുടെ കുടുംബത്ത് ഉള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ എന്തൊരു മാസ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരാദ്യം കാണുക. അതുകൊണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നീ ഇപ്പൊ ഞാൻ വേറൊന്നും പറയുന്നില്ല, 2 കാര്യങ്ങള്. ഒന്ന് ഇപ്പൊ ആ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഗാനമേള എന്ന് പറഞ്ഞല്ലോ, അതും പിന്നെ അന്നദാനവും കൂടിയിട്ട് നീ ഏറ്റെടുക്കുക. അതെ അല്ലല്ല, എനിക്ക് എവിടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ വിചാരം? KSRTC-ലാണ് ഞാൻ പണിയെടുക്കണത്. എന്താണ് ഇത്രയും വലിയ ട്രെയിൻ കഴിഞ്ഞാ പിന്നെ ഏറ്റവും വലിയ വണ്ടി അതാ. അതുകൊണ്ട് കാര്യമില്ല, ശമ്പളം ഒന്നുമില്ലേ. ശമ്പളം കിട്ടണില്ല. ഇനി എങ്ങാനും കിട്ടുകയാണെന്ന് വെച്ചാൽ തന്നെ പകുതി കിട്ടും. അങ്ങനെയൊക്കെയാ പോണത്. എന്തൊക്കെയായി പറഞ്ഞത്? ഇപ്പൊ എങ്ങനെയപ്പോ നോക്കാൻ പാടാ, ഞാൻ എങ്ങനെയാ ഇതൊക്കെ നടത്തണ്ടെന്ന് ഇപ്പൊ എനിക്ക് പെടുത്തല്ല. അപ്പൊ പറ്റണ രീതിയിൽ നടത്തുക, അതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാ, അവന്റെ സ്ഥിതിഗതികളൊക്കെ കേട്ടുള്ളതൊന്നും പുറത്ത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. സത്യമാണ് ഈ പറഞ്ഞത്, അവൻ നുണ പറയില്ല. സത്യാവസ്ഥയാണ് ആ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഒരു 5000 ഉറുപ്പ്യ അങ്ങോട്ട് എഴുതി കൊടുക്കും. മതി, അത് മതി. ബാക്കിയൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇല്ല, ഒരു 500 അതൊക്കെ നിനക്ക് പറ്റും. ദേവിയുടെ കടാക്ഷം ഉണ്ടായാൽ പോരെ, പറ്റും. ദേവിയുടെ കടാക്ഷം കണക്കന്നെയാണ്. അതൊക്കെ കിട്ടും. നീ ഉണ്ടാണ്ട്. ഇത് ഞാൻ അന്നദാനത്തിനായിട്ട് തന്നെയാണ് വെക്കണത്. അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. 5000 ഉറുപ്പ്യ ഞാൻ തരണ്ടേ? അത് തരാനൊന്നും പറ്റില്ല. ഉണ്ടാണ്ട് കാണാം. അല്ലാണ്ട് ദേവൂർന്ന് ഉണ്ടാക്കണം ഞാനെല്ലാം കൂടി. നലി അപ്പൊ പറഞ്ഞ പോലെ ആവട്ടെ. അവളാവട്ടെ കുളിക്കണേ. കുളിക്കുക. സമയം 10-12 മണിയായി. ഇനിയിപ്പോ എന്നാ വേറെ ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാം. കുറെ നാളായില്ലേ വന്നിട്ടൊക്കെ. ആ കൊണ്ട് വെച്ചുണ്ടാക്കിയത് കഴിച്ചിട്ടൊക്കെ കുറെ നാളായി.